ഹായ് ഓൾ. കാലിലെ പേശികൾക്ക് പ്രത്യേകിച്ചും കാഫ് മസിൽസിന് അയവ് വരുത്താനും വേദന കുറയ്ക്കാനും സഹായിക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു എക്സർസൈസാണ് വോൾ സ്ട്രെച്ച് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. നിൽക്കുന്ന രീതി എങ്ങനെയാണ്? ഈ പിക്ചറിൽ കാണുന്ന പോലെ ഒരു ഭിത്തിക്ക് അഭിമുഖമായിട്ട് നമ്മൾ നിൽക്കുകയാണ്. കൈകൾ വെക്കേണ്ടത് നമ്മുടെ 2 കൈപ്പത്തുകളും തോളിൻ്റെ ഉയരത്തിലായിട്ട് ഈ ഭിത്തിയിൽ ഉറപ്പിച്ച് വെക്കുക. എന്നിട്ട് കാലെങ്ങനെയാണ് വെക്കുന്നത്? സ്ട്രെച്ച് ചെയ്യേണ്ട കാല് പുറകിലും മറ്റേ കാല് മുന്നിലായിട്ടും വെക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇനി നമ്മൾ മുട്ട് മടക്കുകയാണ്. കാലിൻ്റെ മുട്ട് പതുക്കെ മടക്കുക. ഈ സമയം പുറകിലെ കാല് എങ്ങനെ ഇരിക്കണം? പുറകിലെ കാലെന്ന് പറയുന്നത് നേരെ ആയിട്ടാണ് ഇരിക്കേണ്ടത്, മടക്കാൻ പാടില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉപ്പൂറ്റി ശ്രദ്ധിക്കണം. പുറകിലെ കാലിൻ്റെ ഉപ്പൂറ്റി തറയിൽ തന്നെ ഉറപ്പിച്ച് വെക്കുകയാണ് വേണ്ടത്. തറയിൽ നിന്ന് നമ്മൾ ഉയർത്താനായിട്ട് പാടില്ല. ഇപ്പം നമ്മുടെ കാലിൻ്റെ പുറകിൻ്റെ ഈ കാഫ് മസിലിൻ്റെ ഭാഗത്തായിട്ട് ഒരു വലിച്ചിൽ അനുഭവപ്പെടും. അങ്ങനെ നമ്മൾ ഒത്തിരി നേരം വലിക്കേണ്ട കാര്യമില്ല, ഒരു സുഖകരമായൊരു സ്ട്രെച്ച് നമുക്ക് അനുഭവപ്പെടും. ആ അവസ്ഥയിൽ നമ്മളൊരു 15 മുതൽ 30 സെക്കൻഡ് വരെ കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ 3 സ്ട്രെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്.